നെക്സ്റ്റ് ടോപ്പിക് ഈസ് CMOS ഇൻവെർട്ടർ DC ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇതാണ് നമ്മളൊരു CMOS ഇൻവെർട്ടർ കണ്ടത്. ഒരു PMOSും NMOSും ചേരുന്നതാണ് ഒരു CMOS. ഇതാണ് ഒരു ഇൻവെർട്ടർ. ഒരു ഇൻപുട്ടും വൺ ഇൻപുട്ട് ആൻഡ് വൺ ഔട്ട്പുട്ടാണ്. ഓക്കെ, നമുക്കറിയാം ആക്ച്വലി ഇതാണ് സോഴ്സ്, ഗേറ്റ്, ഡ്രെയിൻ ഗേറ്റ്, സോഴ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇൻറ്റേർണലി നോക്കുവാണെങ്കിൽ ഈ സോഴ്സിനകത്തും ഗേറ്റിനകത്തും ഡ്രെയിനിലൊക്കെ ചെറിയ ചെറിയ കപ്പാസിറ്റൻസ് ഉണ്ട്. ഈ കപ്പാസിറ്റൻസ് ഒക്കെ ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെർട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പം ഷാർപ്പായിട്ട് കിട്ടുമോ? ഇല്ല, അത് ഗ്രാജുവലി ഡിലേ ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? ഈ കപ്പാസിറ്റൻസിൻ്റെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് മൂലമാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ചെറിയ കപ്പാസിറ്റൻസ് കാണിച്ചു. ഇതിൻ്റെ ഗേറ്റിലും ഇതിൻ്റെ ഡ്രെയിനിലും സോഴ്സിലും ഒക്കെ ഇതുപോലെ ഓരോ കപ്പാസിറ്റൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ ചാർജിങ് ഡിസ്ചാർജിങ് മൂലമാണ് ആക്ച്വലി നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു കർവായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ DC ക്യാരക്ടറിസ്റ്റിക്സ് ഡിറൈവ് ചെയ്ത് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. ഒരു ഇൻവെർട്ടറിന് DC ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് അതും ഞാൻ കാണിച്ചു തരാം. ഏതാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത്? ഇതാണ് ഇൻവെർട്ടറിൻ്റെ DC ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ് ബൈ യൂസിങ് ദീസ് ടു വേവ് ഫോംസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആക്ച്വലി ഞാൻ പറഞ്ഞായിരുന്നു PMOസിൻ്റെ കേസിൽ ത്രെഷോൾഡ് വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. ഓക്കെ, ഇവിടെ -VTP = VTN. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണല്ലോ. അപ്പോൾ ഡെറിവേഷനുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോർ സിംപ്ലിസിറ്റി നമുക്ക് വേണമെങ്കിൽ ത്രെഷോൾഡ് വോൾട്ടേജ് ഓഫ് PMOS അതായത് നെഗറ്റീവ് ആയിരിക്കും. ത്രെഷോൾഡ് വോൾട്ടേജ് ഓഫ് PMOS വിച്ച് ഈസ് ഈക്വൽ ടു ത്രെഷോൾഡ് വോൾട്ടേജ് ഓഫ് NMOS എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിറൈവ് ചെയ്യാനായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മുടെ എൻ ചാനൽ മോസ്ഫെറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. എൻ ചാനൽ മോസ്ഫെറ്റ് നേരെ ഓപ്പോസിറ്റ്, എൻ ചാനൽ മോസ്ഫെറ്റ് അല്ലെങ്കിൽ NMOSൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആര്? PMOS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് കേസിൽ നമ്മൾ ഈ ഒരു താഴത്തെ റിലേഷൻഷിപ്പ് പറയുമ്പോൾ ഞാനത് പറയാം. ഓക്കെ, അതിലേക്ക് കിടക്കാം നമുക്ക്. ഇനി നമുക്ക് അതിനു മുമ്പ്, ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വോൾട്ടേജസ് ഓഫ് 3 റീജിയൻസ് ഓഫ് ഓപ്പറേഷൻസ് ഓഫ് എ CMOS ഇൻവെർട്ടർ. CMOS ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഒരു PMOസിൻ്റെയും NMOSൻ്റെയും കോമ്പിനേഷനാണ് അല്ലേ. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നതാണ് ആര്? CMOS ഇൻവെർട്ടർ. ഞാൻ പറഞ്ഞു അതിനകത്ത് ഒരു NMOS ആയിക്കോട്ടെ ഒരു PMOS ആയിക്കോട്ടെ അതിന് മൂന്ന് റീജിയൻസ് ഓഫ് ഓപ്പറേഷൻസ് ആണുള്ളത്. കട്ട് ഓഫ് റീജിയൻ, ലീനിയർ ആൻഡ് സാച്ചുറേഷൻ റീജിയൻ. അപ്പം NMOS ഞാൻ പറഞ്ഞു കട്ട് ഓഫ് റീജിയനിൽ പോകണമെങ്കിൽ എന്തായിരിക്കണം? നമ്മുടെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ലെസ് ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ്. അപ്പോൾ ഇവിടെ N എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ VGS ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് VGS N ആണ്. N ഡിനോട്ട് ചെയ്യുന്നത് NMOSനെയാണ് കേട്ടോ. VGS ലെസ് ദാൻ VTN. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഈസ് ലെസ് ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ് ആവുന്ന സമയത്താണ് ആര് കട്ട് ഓഫ് റീജിയനിലാവുന്നത്? NMOS കട്ട് ഓഫ് റീജിയനിലാവുന്നത്. ഓക്കെ, ദെൻ എപ്പോഴാണോ VGS ഗ്രേറ്റർ ദാൻ VTN ആവുന്നത്, ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാളും കൂടുതലും VDS ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്തെന്നാണ് ഞാൻ അവിടെ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് പറയാം VDS1 അല്ലെങ്കിൽ ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് ഈസ് ലെസ് ദാൻ VGS - VT. VGS എന്ന് പറഞ്ഞപ്പോൾ ഒരു 5 ഗേറ്റ് സോഴ്സിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജും ത്രെഷോൾഡ് വോൾട്ടേജും നമുക്കറിയാം. ഇതിന് രണ്ടിൻ്റെയും ഡിഫറൻസ് അതിനേക്കാളും ലെസ് ദാൻ ആയിരിക്കുന്ന സമയത്ത്, ഒന്നെങ്കിൽ നമ്മൾ പ്രീവിയസ് വീഡിയോയിലൊക്കെ പറഞ്ഞ VDS ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്താണ് അവിടെ കറണ്ട് ഉണ്ടാവുന്നതെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഒരു NMOSനകത്ത് എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്കാണ് എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് NMOSൻ്റെ കേസിൽ. PMOSൻ്റെ കേസിലാണ് നേരെ തിരിച്ചാ, സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്കായിരിക്കും എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ നമ്മൾ PMOസിനും NMOSനും സിമ്പിൾ വരച്ച പാരോ മാർക്കിലൊക്കെ തന്നെ വ്യത്യാസം വന്നത്. കറണ്ടിൻ്റെ ഡയറക്ഷനാണ് അത് കാണിക്കുന്നത്. രണ്ടിനകത്ത് 2 ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. NMOS കട്ട് ഓഫ് മോഡിലാവുന്ന VGS ലെസ് ദാൻ VTN ആവുമ്പം ലീനിയർ റീജിയനിൽ വരുന്ന എപ്പോഴാണ്? VGS ഗ്രേറ്റർ ദാൻ VTNും VDS ലെസ് ദാൻ VGS - VTN, VGS - VTN അങ്ങനെ എടുക്കാം. VDS ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കണ്ടീഷനായിട്ട് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, അതുപോലെ തന്നെ സാച്ചുറേഷൻ മോഡിൽ എത്തുന്ന എപ്പോഴാണ് NMOS? VGS ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ് ആൻഡ് VDS ലെസ് ദാൻ VGS - VT. സെയിം കണ്ടീഷൻ, നമ്മൾ VDS കൂട്ടി കൊടുക്കുന്നു എന്നല്ലേ ഉള്ളൂ. ഓക്കെ, ഈ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മറ്റത് എഴുതാവുന്നതേ ഉള്ളൂ. NMOS എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് ആര്? PMOS എന്ന് പറയുന്നത്. കണ്ടോ, PMOS കട്ട് ഓഫ് ആവുന്ന എപ്പോഴാണ്?
വി ജി എസ് പി എന്നാണ്. പി മീൻസ് പി മോസ് ആണ് ഉദ്ദേശിക്കുന്നത്. വി ജി എസ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഓഫ് പി മോസ് വിച്ച് ഇസ് ഇവിടെ ലെസ് ദാൻ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും അത് ഗ്രേറ്റർ ദാൻ. പി മോസിൻ്റെ കേസിൽ ത്രെഷോൾഡ് വോൾട്ടേജ് എപ്പോഴും എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നെഗറ്റീവാണ്. നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ എൻ മോസിൻ്റെ വർക്കിംഗ് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഏത് വോൾട്ടേജാണ് കൊടുത്തത്? എൻ മോസിനകത്ത് ഒരു പോസിറ്റീവ് വോൾട്ടേജ് അല്ലേ കൊടുത്തത്. വി ജി എസ് പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുക ചെയ്തേ. ഓക്കെ, ഫോർ ദ കേസ് ഓഫ് പി മോസ് ആണെങ്കിൽ നമ്മൾ വി ജി എസ് അല്ലെങ്കിൽ ഗേറ്റിലേക്കുള്ള വോൾട്ടേജ് എന്ത് കൊടുക്കണം? നെഗറ്റീവ് വോൾട്ടേജാണ് കൊടുക്കുന്നത്. അപ്പം പി മോസിൻ്റെ കേസിൽ വി ജി എസ് എപ്പോഴും എന്താണ്? നെഗറ്റീവാണ്. ത്രെഷോൾഡ് വോൾട്ടേജും എന്താണ്? നെഗറ്റീവാണ്. ഫോർ ദ കേസ് ഓഫ് പി മോസ് കൂടുതൽ നെഗറ്റീവാണ്. എൻ മോസ് എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി മറ്റേ ഒരെണ്ണം പഠിച്ചാൽ മതി, നമുക്ക് മറ്റേത് ഓപ്പോസിറ്റ് ചെയ്ത് ഇടാമെന്നുള്ളൂ. ലെസ് ദാനും ഗ്രേറ്റർ ദാനും ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്നുള്ളൂ. ഇവിടെ വി ജി എസ് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഇവിടെ വി ജി എസ് പി ലെസ് ദാൻ വി ടി എൻ ആണ്. ഇവിടെ വിച്ച് ഈസ് ലെസ് ദാൻ ആണെങ്കിൽ ഇവിടെ എന്താണ്? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ആണ്. ഓക്കെ, ഇതാണ് ആ കണ്ടീഷൻസ്. പി മോസും എൻ മോസും ലീനിയറും സാച്ചുറേറ്ററും കട്ട് ഓഫും ആയിരിക്കുന്ന ആ ഒരു കണ്ടീഷൻസാണ് നമ്മളിത് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ബീറ്റ മീൻസ് എന്താണ്? അതിൻ്റെ വിഡ്ത്ത് ബൈ ലെന്ത് റേഷ്യോനാണ് നമ്മൾ ബീറ്റ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം എൻ മോസിനും പി മോസിനും സെയിം സൈസാണോ? അല്ല. ആരാണ് ലാർജ്? പി മോസാണ് കുറച്ചും കൂടെ സൈസ് കൂടുതൽ എൻ മോസിനേക്കാൾ. സ്പീഡ് കൂടുതൽ എൻ മോസിനാണ്. സൈസ് നോക്കുമ്പോൾ 2 to 3 ടൈംസ് വൈഡറാണ് ആര്? പി മോസാണ്. പി മോസ് ട്രാൻസിസ്റ്റർ ഈസ് 2 to 3 ടൈംസ് as വൈഡ് ആസ് ദി എൻ മോസ് ട്രാൻസിസ്റ്റർ. സോ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ കാൽക്കുലേഷന് വേണ്ടി നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഇത് ഈക്വലാണ്. ഇതിൻ്റെ വിഡ്ത്ത് ബൈ ലെന്ത് റേഷ്യോനെയാണ് നമ്മൾ ബീറ്റ എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ വിഡ്ത്ത് ബൈ ലെന്ത് റേഷ്യോ, ചാനലിൻ്റെ വിഡ്ത്തും ചാനലിൻ്റെ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫോർ ദ കേസ് ഓഫ് എൻ മോസും പി മോസിൻ്റെ കേസിൽ ഈ വിഡ്ത്ത് ബൈ ലെന്ത് റേഷ്യോ രണ്ടും ഓൾമോസ്റ്റ് ഏകദേശം സെയിം സൈസാണെന്ന് നമ്മൾ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. നമുക്കറിയാം ബീറ്റ പിയുടെ ഇക്വേഷൻ ഡബ്ല്യു പി ബൈ എൽ പി ആണ്. ബീറ്റാൻ്റെ ഇക്വേഷൻ ഡബ്ല്യു എൻ ബൈ എൽ എൻ ആണ്. അപ്പോൾ വിച്ച് ഈസ് ഓൾ ഈക്വൽ ആണ് നമ്മൾ അങ്ങോട്ട് അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇച്ചിരി കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ റിയൽ കേസിൽ ആര്? പി മോസ്. ഇനി ഇതിൻ്റെ ഗ്രാഫിക്കൽ ഡെറിവേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗ്രാഫിക്കൽ ഡെറിവേഷൻ ഓഫ് സിമോസ് ഇൻവെർട്ടർ ഡി സി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പം നിങ്ങൾ നോക്കുക, ഇവിടെ എക്സ് ആക്സിസിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ആണ്. ഇത് ആരുടെ കേസായിരിക്കും? എൻ മോസിൻ്റെ കേസാണ്. ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് പോസിറ്റീവാണ് അല്ലേ? അതുപോലെ ഈ ഇതെടുത്തിരിക്കുന്ന ആരാ? വി ജി എസ് എൻ ആണ്. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ്, അതും പോസിറ്റീവായിട്ടാണ്. അതുപോലെ ഈ വൈ ആക്സിൽ എടുത്തിരിക്കുന്ന ആരാ? ഡ്രെയിൻ ടു സോഴ്സ് കറണ്ട്, ഡ്രെയിൻ കറണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം റൈറ്റ് സൈഡിലെല്ലാം വരുന്നത് എൻ മോസ് ആയിരിക്കും. ലെഫ്റ്റ് സൈഡിലെല്ലാം കാണിച്ചിരിക്കുന്നത് കണ്ടോ? വി ഡി എസ് ഇങ്ങോട്ട് നെഗറ്റീവാണ്. അതുപോലെ വി ജി എസും എന്താണ്? നെഗറ്റീവാണ്. കിട്ടുന്ന കറണ്ടും എന്താണ്? നെഗറ്റീവായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഗ്രാഫ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഫോർ ദ കേസ് ഓഫ് എൻ മോസ് ഇതാണ്, ഫോർ ദ കേസ് ഓഫ് പി മോസ്. നമുക്ക് രണ്ടുകൂടെ ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? വരച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ രണ്ട് ഗ്രാഫിനെയും ഒന്ന് സൂപ്പർ ഇമ്പോസ് ചെയ്യാം. അതായത് എൻ മോസിൻ്റെയും പി മോസിൻ്റെയും നമുക്കൊന്ന് സൂപ്പർ ഇമ്പോസ് ചെയ്യാം. സൂപ്പർ ഇമ്പോസ് ചെയ്ത് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പം സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് നമ്മൾ വരച്ചാൽ നമുക്ക് കിട്ടുന്ന ഇങ്ങനെയാണ്. ഓക്കെ, അവിടെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് വി ഔട്ടാണ്. വൈ ആക്സിസിൽ നമ്മൾ കറണ്ടാണ് എടുത്തിരിക്കുന്നത്. ഐ ഡി എസ് പി ഈക്വൽ ടു എന്നല്ല, ഐ ഡി എസ് പിയും ഐ ഡി എസ് എന്നും ആണ്. നമുക്ക് വേണമെങ്കിൽ നമുക്കിപ്പോൾ കറണ്ട് നമ്മൾ ഏകദേശം എന്ന് വെച്ചാൽ ഡ്രെയിൻ ടു സോഴ്സ് കറണ്ട് ഓഫ് എൻ മോസും ഡ്രെയിൻ ടു സോഴ്സ് കറണ്ട് ഓഫ് പി മോസും ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. മോഡലിസ് കൊടുക്കുക, കാരണം പി മോസിന് നെഗറ്റീവ് അല്ലേ. അപ്പം ഇത് ഓൾമോസ്റ്റ് ഈക്വൽ ആണെന്നാണ് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് കേട്ടോ. കറണ്ടുകൾ കിട്ടുന്ന കറണ്ടും ഒക്കെ ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അപ്പോൾ ഇത് നമ്മൾ കറണ്ടും ഇത് നമ്മൾ വി ഔട്ടും ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണ്. ഈ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറച്ച് പോയിൻറ്റ്സുകൾ കോയിൻസൈഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഓരോ പോയിൻറ്റ്സുകൾ വി ഔട്ട് എന്ന് പറഞ്ഞുണ്ടോ? വി ഔട്ട് ഓരോ കറണ്ടിൻ്റെ ഓരോ വാല്യൂവിൽ വി ഔട്ട് ഇങ്ങനെ കോയിൻസൈഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഓരോ പർട്ടിക്കുലർ വാല്യൂ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് V1, V2, V4 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും ആ കോയിൻസൈഡ് ചെയ്ത പോയിൻറ്റുകളെ എടുത്ത് വീണ്ടും പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ ഡി സി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഡി സി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻവെർട്ടർ. ഇതെങ്ങനെ കിട്ടിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻവെർട്ടർ ഡി സി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ ഡി സി ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്ത് കണ്ടോ? ഞാൻ കുറച്ചും പറഞ്ഞില്ലേ, ഐഡിയലി നമ്മൾ പറയുമ്പോൾ സ്ട്രൈറ്റ് ആണ്, പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ക്യാര എങ്ങനെ ഇരിക്കും? ഇതുപോലെ ചെറിയൊരു ഡീവിയേഷനോട് കൂടി ഇരിക്കുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്തത്. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ക്യാരക്ടറിസ്റ്റിക്സ്. അതിനെ ഞാൻ 5 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. A, B, C, D, E അങ്ങനെ 5 റീജിയൻസ് ആണ്. അപ്പം മാക്സിമം ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ആണ്, ഇതിൻ്റെ ഔട്ട്പുട്ടാണ്.
മാക്സിമം എനിക്ക് എവിടം വരെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ, എന്തായാലും VDD വരെ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ VDDയിലാണ് എൻ്റെ മാക്സിമം ഔട്ട്പുട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും എ എന്ന് പറഞ്ഞ റീജിയൻ, അപ്പോൾ ഇൻപുട്ട് 0 നിൽക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ഇവിടെ എന്താണ്? ഇവിടെ ഇൻപുട്ട് 0, അതല്ല ഇൻപുട്ടിൻ്റെ ഗ്രാഫ്. ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് ഇവിടെ എവിടെയാണ് നിൽക്കുന്നത്? ഹൈയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് 0 ആകുമ്പം ഔട്ട്പുട്ട് ഹൈ കിട്ടണമെങ്കിൽ ഏത് ട്രാൻസിസ്റ്റർ ആയിരിക്കും ഓൺ ആയിരിക്കുന്നത്? PMOS ആയിരിക്കുമോ NMOS ആയിരിക്കുമോ? PMOS ഓൺ ആയതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം PMOS ഓണായിട്ട് നിൽക്കുകയാണ്. ഏത് റീജിയനിൽ? റീജിയൻ എയിൽ. ആ സമയത്ത് NMOS എന്താണ്? ഓഫായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കത് ഇങ്ങനെ പറയാം. റീജിയൻ എ NMOS എന്താണ്? ഓഫാണ്. PMOS ട്രാൻസിസ്റ്റർ എന്താണ്? പുൾസ് ദ ഔട്ട്പുട്ട് ടു VDD. ഓക്കെ, അടുത്തത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ താഴെ ഒരു കാര്യം പറയാം. ഒരു കണ്ടീഷനോടെ നോക്കുക. റീജിയൻ എയിൽ എന്താണ്? PMOS ലീനിയർ റീജിയൻ ആയിരിക്കും. NMOS എന്താണ്? കട്ട് ഓഫ് മോഡിലാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? VDDയിലാണ് നിൽക്കുന്നത്. VOT = VDD. ഓക്കെ, ആ കണ്ടീഷൻ പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് നോക്കിയറിയാം. ഈ 0യ്ക്കും ത്രെഷോൾഡ് വോൾട്ടേജ് ഓഫ് NMOSന് ഇടയ്ക്കാണ്. ഇവിടെ നമ്മൾ ഗ്രാഫിൽ താഴെ എക്സാക്സിൽ 3 പോയിൻറ്റ്സ് വേറെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ത്രെഷോൾഡ് വോൾട്ടേജ് ഓഫ് NMOS. ഈ പോയിന്റിലാകുമ്പോൾ ആര് ഓണായി തുടങ്ങും? NMOS ഓണാകും. ഇത് നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ഹാഫ് പോർഷനാണ്, VDD/2. ഇവിടെ ഒരു പോയിന്റ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് VDD/2 - VTP എന്ന് വെച്ച് കഴിഞ്ഞാൽ PMOS ഓഫ് ആവുന്ന വോൾട്ടേജ്. PMOSൻ്റെ ത്രെഷോൾഡ് വോൾട്ടേജിലും താഴെയുള്ളൊരു പോയിൻ്റാണ്. ഓക്കെ, VDD/2 - VTP. ഇവിടെ ആയിരിക്കും PMOS ഓഫ് ആകുന്നത്. PMOS ഓഫായിട്ട് NMOS ഓൺ ആയാലല്ലേ ഔട്ട്പുട്ട് 0 ആയിട്ട് മാറുള്ളൂ. ഓക്കെ, പിന്നെ VDD. ഇതാണ് മാക്സിമം ആ കണ്ടീഷൻസ്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റീജിയൻ എയിൽ ഇപ്പോൾ ആരാ ഓഫാണ്? NMOS ഓഫാണ്. PMOS എന്താണ്? ഓണായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം NMOS കട്ട് ഓഫ് മോഡലാണ്, PMOS ലീനിയർ റീജിയനിലാണെന്നും ആണ് അർത്ഥം. ഇപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഈ 0യ്ക്കും ഈ VTന് ഇടയ്ക്കാണ് റീജിയൻ എ എന്ന് പറയുന്നത് അല്ലേ. അടുത്ത റീജിയനാണ് റീജിയൻ ബി. റീജിയൻ ബി എന്ന് പറയുമ്പം NMOS ട്രാൻസിസ്റ്റർ സ്റ്റാർട്ട്സ് ടു ടേൺ ഓൺ അല്ലേ. അപ്പോൾ നമ്മൾ റീജിയൻ ബിയിലെത്തിയപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഇൻപുട്ട് VTN ത്രെഷോൾഡ് വോൾട്ടേജ് ഓഫ് NMOSലാണ് നിൽക്കുന്നത്. മിനിമം ത്രെഷോൾഡ് വോൾട്ടേജ് കിട്ടിയാൽ ആര് ഓണായി തുടങ്ങും? NMOS ഓണായി തുടങ്ങും. അപ്പോൾ PMOSും അറ്റ് എ ടൈം ഓണാണ്, NMOSും എന്താണ്? ഓണാണ്. രണ്ടുപേരും ഇപ്പോൾ ഓണായിട്ട് നിൽക്കുക അല്ലേ. ഓക്കെ, അടുത്ത കേസ്. അപ്പം ബിയിൽ അപ്പോൾ എ കഴിഞ്ഞു. ബി എന്ന് പറഞ്ഞ ഈ റീജിയനിൽ ആരാണ്? രണ്ട് ട്രാൻസിസ്റ്റർ ഏകദേശം ഓണായിട്ട് നിൽക്കുവാണ്. അപ്പം നോക്കുക, നിങ്ങൾക്ക് കണ്ടീഷൻ നോക്കിയാൽ അറിയാം. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഇസ് ഇൻ ബിറ്റ്വീൻ VTNും VDD/2. ആ രണ്ട് കണ്ടീഷനിൽ PMOS ലീനിയർ റീജിയനിൽ തന്നെയാണ്. NMOS ഏത് മോഡിലാണ്? അപ്പം സാച്ചുറേഷൻ മോഡിലാണ് നിൽക്കുന്നത്. കണ്ടോ, ഈ VTNും VDD/2നും ഇടയിലുള്ള റേഞ്ചിനെ പറയുന്ന പേരാണ് റീജിയൻ ബി. ഈ റീജിയനിൽ ഏത് കണ്ടീഷനാണെന്നാണ് ഞാൻ പറഞ്ഞത്. നോക്കിയാൽ നമ്മുടെ PMOS ലീനിയറും NMOS സാച്ചുറേറ്റഡാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് VDD/2നേക്കാളും ഗ്രേറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്. ഔട്ട്പുട്ട് കൂടുതൽ തന്നെയാണ്, VDD/2നേക്കാളും കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. അടുത്തത് തേർഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ റീജിയൻ സി ആണ്. ഈ സമയത്ത് രണ്ട് ട്രാൻസിസ്റ്റർ ഓൺ ആണല്ലോ. ബോത്ത് ട്രാൻസിസ്റ്ററും സാച്ചുറേഷൻ റീജിയനിലാണ്. PMOS ഇപ്പോഴും ഓഫ് ആയിട്ടില്ല അല്ലേ. ഇൻപുട്ട് 0 കൊടുത്ത് PMOS ഓണാണ്, ഔട്ട്പുട്ട് ഹൈ ആയിട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? NMOS ഇപ്പോൾ ഓണായിട്ട് നിൽക്കുവാണ്. NMOS ഓൺ ആയി കഴിഞ്ഞാൽ അർത്ഥം എന്താ? നമുക്ക് അടുത്ത കണ്ടീഷൻ എന്താണ്? ഔട്ട്പുട്ട് 0 ആയി മാറണം. ഔട്ട്പുട്ട് ഹൈ നിൽക്കുന്ന ഔട്ട്പുട്ട് 0 ആയിട്ട് മാറണം. ഇൻപുട്ട് എന്താവണം? ഹൈ ആയിട്ട് മാറണം. ഇൻപുട്ട് ഹൈ ആയിട്ട് മാറണം അല്ലേ. ഓക്കെ, അടുത്ത കേസ് റീജിയൻ ഡി. റീജിയൻ സിക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. രണ്ട് ട്രാൻസിസ്റ്റർ എവിടെയാണ്? സാച്ചുറേഷൻ റീജിയനിലാണ്. സാച്ചുറേഷൻ റീജിയനിലായതുകൊണ്ട് തന്നെ ഉണ്ട് ഷാർപ്പായിട്ടുള്ള റിഡക്ഷൻ ഉണ്ടായിട്ടുണ്ട്. എന്തിൽ? ഔട്ട്പുട്ട് വോൾട്ടേജിൽ. ഔട്ട്പുട്ട് എങ്ങോട്ട് പോവുക? 0 പൊയ്ക്കൊണ്ടിരിക്കുക. ഔട്ട്പുട്ട് ഹൈ ആയിരുന്നു, ഹൈയിൽ നിന്ന് 0 ആവണ്ടേ. നമ്മൾ ഇൻപുട്ട് അവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് ഇതേ കൂടി വന്നുകൊണ്ടിരിക്കുക അല്ലേ. ഓക്കെ, ദെൻ ഇൻപുട്ട് എപ്പോഴാണോ VDD/2 ആവുന്നേ ആ സമയത്താണ് എന്ത്? റീജിയൻ സി എന്ന് പറഞ്ഞ്. ഇൻപുട്ട് എപ്പോഴാണോ VDD/2 ആവുന്നത് ആ റീജിയനാണ് റീജിയൻ സി. കണ്ടോ, ബീന് എപ്പോഴാണ് വരുന്നത്? ആ സമയത്ത് രണ്ട് സാച്ചുറേഷൻ റീജിയനിലാണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഷാർപ്പ്ലി എന്ത് ചെയ്യാണ്? ഔട്ട്പുട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്യുകയാണ്. അടുത്താണ് റീജിയൻ ഡി. റീജിയൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PMOS പാർഷ്യലി ഓണാണ്, ചെറുതായിട്ടേ ഓണായിട്ടുള്ളൂ, ഫുള്ളി ഓണല്ല. PMOS ഓഫ് ആയിക്കൊണ്ടിരിക്കുക. ആരെ ഇവിടെ ഓണായിട്ട് നിൽക്കുന്നത്? NMOS ഇപ്പം ഓണായി വന്നുകൊണ്ടിരിക്കുക. NMOS കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് കുറച്ചും കൂടെ ഇൻപുട്ട് വോൾട്ടേജ് കൂടി വരിക. ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്തോറും എന്ത് സംഭവിക്കും? PMOS ഓഫ് ആയിക്കൊണ്ടേയിരിക്കുന്നു, NMOS എന്തായിക്കൊണ്ടിരിക്കും? ഓണായിട്ടിരിക്കും അല്ലേ. NMOS ഓണായിക്കൊണ്ടേയിരിക്കുക. ഫുള്ളി ഓണായിട്ടില്ല, ഓണായി വന്നുകൊണ്ടിരിക്കുകയാണ്. PMOSും ഫുള്ളി ഓഫ് ആയിട്ടില്ല, രണ്ടുപേരും അറ്റ് എ ടൈം ഓണായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, അടുത്ത കേസ്. അപ്പം റീജിയൻ ഡിയിൽ
PMOS പാർഷ്യലി ഓണായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ റീജിയൻ ഡിയിൽ ശരിക്കും പറഞ്ഞാൽ PMOS സാച്ചുറേറ്റഡും NMOS ലീനിയർ റീജിയനിലുമാണ് നിൽക്കുന്നത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ VDD/2 ലെസ് ദാൻ ആയിട്ടുള്ള ഇതല്ലേ VDD/2, അതിനേക്കാൾ താഴെയുള്ള ഈ റേഞ്ച് കണ്ടോ, ഇതാണ് റീജിയൻ ഡി. റീജിയൻ ഇ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്തായി, ഔട്ട്പുട്ട് 0 ആയി. ആ സമയത്ത് ആര് ഓഫാകും, PMOS ഓഫാകും, NMOS മാത്രം ഓണായിട്ട് നിൽക്കുന്ന കണ്ടീഷനാണ്. അപ്പോൾ ഇതാണ് റീജിയൻ ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ DC ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ CMOS ഇൻവെർട്ടർ. ഈ ഫിഗറും ഈ കണ്ടീഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ടേബിളും. ഓക്കെ, അടുത്തത് ഇതെങ്ങനെയാണ് വന്നതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ആ പോയിൻറ്റ്സുകൾ എങ്ങനെയാണ് വന്നതെന്ന് ജസ്റ്റ് ഒരു കാര്യം മാത്രം പറയാം. ഓക്കെ, ജസ്റ്റ് ഒരു കാര്യം മാത്രം പറയാം. ഇവിടെ നോക്കുക, ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതാണല്ലോ സൂപ്പർ ഇമ്പോസ് ചെയ്ത വേവ് ഫോം. ഇവിടെ ഇപ്പം ഞാൻ 1.52, 2.53, 3.5 എന്ന് ഇൻപുട്ട് വോൾട്ടേജ് എടുത്തിരിക്കുകയെന്ന് വെച്ചോ. നമ്മൾ ആദ്യം മറ്റേ പ്രീവിയസ് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് NMOSൻ്റെ കേസിൽ എപ്പോഴും VGS എന്ന് പറഞ്ഞാൽ Vin ആയിരിക്കും, VDS എന്ന് പറഞ്ഞാൽ VOUT എന്ന് പറഞ്ഞായിരുന്നു. NMOSൻ്റെ കേസിൽ. PMOSൻ്റെ കേസിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇതല്ലേ VGS. PMOSൻ്റെ കേസിൽ Vin - VDD എന്ന് പറയുന്നതാണ് ഫോർ ദ കേസ് ഓഫ് PMOS. ഓക്കെ, ഇപ്പം ഈ ഒരു വാല്യൂ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കിയേ. ഇപ്പോൾ Vin എന്ന് പറഞ്ഞാൽ 1.5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ Vin എന്ന് പറഞ്ഞാൽ 1.5 കൊടുത്ത് ഇൻപുട്ട് വോൾട്ടേജ് 1.5 ആവുന്ന സമയത്ത് 1.5 - VDD ഒരു 5 വോൾട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് കരുതുക. അപ്പോൾ 1.5 - 5 എത്ര കിട്ടും, -3.5. ഓക്കെ, അതായത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഓഫ് PMOS എന്ന് പറഞ്ഞാൽ -3.5. അതായത് ഇൻപുട്ട് 1.5 ആവുന്ന സമയത്ത് നമ്മുടെ PMOSൻ്റെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എത്രയാണ്, -3.5 ആണ്. അപ്പോൾ ഇവിടെ ഇത് NMOS പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണ്, ഇത് PMOS ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. NMOS എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് Vin എന്താണോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പഠിച്ച VGSNൻ്റെ കേസിൽ VG - VS. ഫോർ ദ കേസ് ഓഫ് NMOSൽ VS എപ്പോഴും എന്താണ്, 0 ആണ്. അപ്പോൾ Vin എന്താണോ അത് തന്നെയാണ് എന്ത്, VGS ഓഫ് NMOS എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇൻപുട്ട് 1.5 ആവുന്ന സമയത്ത് നമ്മുടെ PMOSലുള്ള വോൾട്ടേജ് ഞാനിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് ഇവിടെ 3-4 പോയിൻറ്റ്സ് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രാഫ് അതിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, താങ്ക് യു. ഇതാണ് DC ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ CMOS ഇൻവെർട്ടർ.